കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനുള്ള വിശ്വാസികളുമായുള്ള ആദ്യ വിമാനം ഞായറാഴ്ച പുലർച്ചെ പറന്നുയരും. പുലർച്ചെ 3:45 ഫ്ളാഗ് ഓഫ്. 171 തീർത്ഥാടകരാണ് ഓരോ തവണയും വിമാനത്തിലുണ്ടാവുക. 11 മുതൽ 29 വരെ 29 ഷെഡ്യൂളുകളായാണ് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം പറക്കുന്നത്. 171 തീർത്ഥാടകരാണ് ഓരോ തവണയും വിമാനത്തിലുണ്ടാവുക. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ 12 മുതൽ 18 മണിക്കൂറിന് മുമ്പ് തീർത്ഥാടകർ ഹജ്ജ് ക്യാമ്പിലെത്തണം. ഡിപ്പാർച്ചർ ഏരിയയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇവിടെ വരെ കുടുംബാംഗങ്ങൾക്കും അവരെ അനുഗമിക്കാം. ബാഗേജ് പരിശോധനയ്ക്ക് ശേഷം ഹാജിമാരെ പ്രത്യേകം വാഹനത്തിൽ വളണ്ടിയർമാർ ഹജ്ജ് ക്യാമ്പിലേക്ക് കൊണ്ടുവരും. ഇവിടെയാണ് ഹാജിമാർക്ക് വിശ്രമം, നിസ്കാരം, പ്രാർത്ഥന, ഭക്ഷണം എന്നിവയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഹാജിമാരുടെ യാത്രാരേഖകളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഹജ്ജ് സെൽ ഓഫീസർ കൂടിയായ പോലീസ് അക്കാദമി സൂപ്രണ്ട് എസ് നജീബിന്റെ നേതൃത്വത്തിൽ 35 സംഘമാണ്. സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെ 2 ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. ഹാജിമാരുടെ സൗദിയിലെ താമസ സൗകര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, റിട്ടേൺ ബോർഡിംഗ് പാസ് എന്നിവയും ഇവിടെ നിന്ന് തന്നെ നൽകും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യുനാനി എന്നീ 4 സർക്കാർ വകുപ്പുകളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും സജ്ജമാക്കിയിട്ടുണ്ട്. ഹാജിമാർക്ക് ആവശ്യമായ ഹോമിയോ കിറ്റും നൽകും. വിമാനം പുറപ്പെടുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് ഹാജിമാരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് ഹജ്ജ് സെൽ ഓഫീസർ സർക്കാർ നിർദ്ദേശങ്ങൾ ഹാജിമാരെ ധരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.